ഹരി ഓം. ഓ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമ്മളെടുക്കുന്ന ശ്ലോകങ്ങൾ വായിക്കാനായിട്ട് 104 105 ജന്മമൃത്യുജരാധിക കഴിഞ്ഞത് 104 105 വായിക്കാം. ഭൂർഭുവസ്വസ്തരുസ്താര സവിതാ പ്രവിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്ഞാജ്യ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുങ് യജ്ഞസാധന യജ്ഞാന്തകൃത്യ യജ്ഞ ഗുഹ്യം അന്നമന്നാദമേവ ച. യജ്ഞത്തിൻ്റെ ഒരു കളിയാണ് അവിടെ. യജ്ഞോ യജ്ഞപതിർ യജ്ഞ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദമേവ ച. ശ്രദ്ധിച്ചു വായിക്കുക. ഇന്നത്തെ നാമം തുടങ്ങുന്നത് 967. ഭൂർഭുവസ്വസ്തരു ഭൂർഭുവസ്വസ്തരു ഭൂർഭുവസ്വതരു ഭൂർഭുവസ്വതരു ആണ് ഭൂർഭുവസ്വസ്തരു എന്ന് പറയുന്നത്. അത് മുറിക്കുമ്പോൾ അത് അങ്ങനെയാണ് വരിക. ഭൂർഭുവസ്വതരു. ഭൂർഭുവ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തന്നെ അടുത്ത കണ്ട നാമാണത്. 942 മറ്റോ ആണ് ഭൂർഭുവ എന്നുള്ള നാമം. അവിടെ നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടു. അവിടെ ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഭൂർഭുവസ്തരു എന്നുള്ളതിന് 2-3 വിധത്തിൽ അർത്ഥം പറയുന്നുണ്ട്. ഓരോ അർത്ഥം തന്നെയാണെങ്കിലും പല രീതിയിൽ പല ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 3 ലോകങ്ങളും മറികടക്കാനുള്ള മന്ത്രം എന്ന് പറയുന്നുണ്ട്. അതായത് തുര്യാവസ്ഥയിൽ എത്താനുള്ള മന്ത്രം. 3 ലോകങ്ങളും എന്ന് പറയുമ്പോൾ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ഇത് 3 മറികടന്ന് തുര്യാവസ്ഥയിലേക്ക് എത്തി ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച് ബ്രഹ്മസായുജ്യം പ്രാപിക്കാനുള്ള മന്ത്രമാണ് ഭഗവാന്റെ മന്ത്രം. അത് ഭൂർഭുവസ്വ എന്ന് പറയുന്നത്. തരു തരു എന്ന് വെച്ചെങ്കിൽ മരം എന്നാണ് അർത്ഥം, വൃക്ഷം എന്നാണ് അർത്ഥം. തരണം ചെയ്യുന്നത് എന്നുള്ള അർത്ഥമുണ്ട് തരു എന്ന് വെച്ചാൽ. ആ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഭൂർഭുവസ്വ, 3 ലോകങ്ങളുടെയും സംസാര വൃക്ഷം എന്നർത്ഥം. നമ്മൾ കണ്ടില്ല അശ്വത്ഥ വൃക്ഷം. 3 ലോകങ്ങൾ സംസാര വൃക്ഷമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. ഭൂമി, അന്തരീക്ഷം, സ്വർഗം. അതിനെ ഇൻവെർട്ടഡ് ട്രീ ആയിട്ട് മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ ആ ഭൂർഭുവസ്വ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന അർത്ഥങ്ങളാണ് എല്ലാം തന്നെ. അപ്പം അത് നമ്മൾ ഓർമ്മിച്ചാൽ മതി. ഭൂർഭുവസ്വ ഗായത്രി മന്ത്രത്തിൻ്റെ തുടക്കം ഓർമ്മിച്ചാൽ മതി. എല്ലാ അർത്ഥങ്ങളും തെളിഞ്ഞു വരും. മന്ത്രങ്ങളെല്ലാം തെളിഞ്ഞു വരാനുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഗായത്രി മന്ത്രം. ധിയോ യോ ന പ്രചോദയാത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ മനസ്സിനെ പ്രകാശം തരട്ടെ എന്നൊക്കെയാണ് അർത്ഥം.
മൂന്നാമത് പറയുന്നത് 3 ലോകത്തിലും വ്യാപിച്ചു നിൽക്കുന്ന തരു. മുകളിൽ പറഞ്ഞ അർത്ഥം തന്നെ, 3 ലോകത്തിലും വ്യാപിച്ചു നിൽക്കുന്ന തരു. 3 ലോകം മീൻസ് ഭൂമി, അന്തരീക്ഷം, സ്വർഗം. അങ്ങനെ എടുക്കാം. 3 ലോകത്തിൽ ഈ 3ലും വ്യാപിച്ചു നിൽക്കുന്നവനാണെന്ന് പറയുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയിൽ വ്യാപിച്ചു നിൽക്കുന്നവനാണെന്ന് പറയാം. കാരണം 3 അവസ്ഥയിലും പ്രസൻസായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഞാൻ എന്ന് പറയുന്ന തത്വം, പരമാർത്ഥ തത്വം. ആ ഞാനാണ്. സ്വപ്നത്തിലും ഞാനാണ്, ഈ ജാഗ്രത അവസ്ഥയിൽ ഞാനാണ്, സുഷുപ്തിയിലും ഞാനാണ്. സുഷുപ്തി കഴിഞ്ഞ് പിന്നെയും ജാഗ്രത അവസ്ഥയിലേക്ക് വരുമ്പോൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വളരെ വളരെ പ്രാവശ്യം വളരെ വളരെ വിപുലമായിട്ട് കണ്ട നാമങ്ങളാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് ഭൂമി, അന്തരീക്ഷം, സ്വർഗം, ഈ 3ൽ നിന്നും, തപസ്സിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. മഹർഷിമാർ തപസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞു. ഭൂമിയും അന്തരീക്ഷത്തിൽ നിന്നും സ്വർഗത്തിനെ കുറിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. ആ വാക്ക് വെച്ചിട്ട് തപസ് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഭൂ, ഭൂർ, ഭൂസ്വ, ആ വാക്കിൻ്റെ മുകളിൽ തപസ് ചെയ്തു. കാരണം ഇവരൊക്കെ മന്ത്രദൃക്കുകളാണല്ലോ, മന്ത്രത്തെ കണ്ടവരാണല്ലോ, മന്ത്രം കേട്ട് പഠിച്ചവരല്ലല്ലോ. ആ യോഗികളും മഹർഷിമാരൊക്കെ മന്ത്രദൃക്കുകളാണ്. അവർ കണ്ണടച്ചിരുന്നാൽ അവർക്ക് ആ മന്ത്രത്തിലുള്ള അർത്ഥം കാണാൻ പറ്റും. അതാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തപസ്സിലെ മഹായോഗിവര്യന്മാരിരുന്നപ്പോൾ ഭൂമിയെക്കുറിച്ചൊരു മന്ത്രം ഭൂ, അന്തരീക്ഷത്തിനെ കുറിച്ച് ഭുവ, സ്വർഗത്തിനെ കുറിച്ച് സ്വ. അതൊക്കെ അർത്ഥങ്ങൾ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, 2 അക്ഷരങ്ങളുള്ള സംസ്കൃത വാക്കുകളൊക്കെ ഗുൽമാൽ പിടിച്ചവരാണ്. അവരെയൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ഭൂമിയെക്കുറിച്ച് ധ്യാനം വന്നപ്പോൾ ഭൂമിയിൽ നിന്ന് അഗ്നി ഉണ്ടായി. അവർക്ക് അഗ്നി കാണാൻ പറ്റി. ഭൂമിയിൽ ജ്വലിച്ചിരിക്കുന്ന അഗ്നിയിൽ, ഭൂമിയിൽ നിന്ന് ജ്വലിച്ചിരിക്കുന്ന അഗ്നി കാണാനിടയായി. ആ അഗ്നിയിൽ നിന്ന് അവർ ഋഗ്വേദം കണ്ടു. അതിൽ നിന്ന് ഭൂർ എന്നുള്ള മന്ത്രം കണ്ടു. അതുപോലെ അന്തരീക്ഷത്തിന് തപസ്സിരുന്നപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വായു കണ്ടു. വായുവിൽ നിന്ന് യജുർവേദം കണ്ടു. യജുർവേദത്താണ് ഭുവ എന്നുള്ള വാക്ക് വർണ്ണിക്കുന്നത്. ഋഗ്വേദമാണ് ഭൂർ എന്നുള്ള വാക്ക് വർണ്ണിക്കുന്നത്. യജുർവേദമാണ് ഭൂവ എന്നുള്ള വാക്കിൻ്റെ വർണ്ണന കൊടുക്കുന്നത്. അതുപോലെ 3 തേജസ്സായിരിക്കുന്ന മൂന്നാമത്തെ സൂര്യൻ. 3 തേജസ്സാണ്. സ്വർഗത്തിൽ നിന്ന് വന്നപ്പോഴാണ്, സ്വർഗത്തിനെ തപസ് ചെയ്തിരിക്കുമ്പോഴാണ് മഹർഷിമാർക്ക് സൂര്യനെ പ്രത്യക്ഷമായത്. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറയുന്നു, വായു എന്ന് പറയുന്നു, അഗ്നി എന്ന് പറയുന്നു 3 തേജസ്സുകളാണ്. മഹർഷിമാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള 3 തേജസ്സുകളാണ്. അഥവാ പ്രജാപതി ഇവർക്കൊക്കെ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തിട്ടുള്ള 3 തേജസ്സുകളാണ്. ഭൂമിയിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും അഗ്നി, വായു, സൂര്യൻ എന്ന 3 തേജസ്സുകൾ വന്നത്. ആ തേജസ്സുകളിൽ നിന്നാണ് ഈ ഋഗ്വേദവും യജുർവേദവും സാമവേദവും വന്നത്. സൂര്യനിൽ നിന്നാണ് സാമവേദം വന്നത്. വായുവിൽ നിന്നാണ് യജുർവേദം വന്നത്. അഗ്നിയിൽ നിന്നാണ് ഋഗ്വേദം വന്നത്. ആ ഋഗ്വേദത്തിലാണ് ഭൂർ എന്നുള്ള വാക്കിൻ്റെ പ്രതിപാദനം. യജുർവേദത്തിലാണ് ഭൂവ എന്നുള്ള വാക്കിൻ്റെ പ്രതിപാദനം. സാമ എന്നുള്ള വാക്കിൻ്റെ, സാമവേദത്തിൽ നിന്നാണ് സ്വ എന്നുള്ള വാക്കിൻ്റെ പ്രതിപാദനം. ഇതിനൊക്കെ വേദസാരങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ വ്യാഹൃതികളെന്ന് പറയും. വേദത്തിൻ്റെ സാരമാണ്. ഋഗ്വേദത്തിൻ്റെ സാരം ഭൂർ, ബീജമന്ത്രം എന്നൊക്കെ പറയില്ലേ, ആ ഹോൾ വേദത്തിൻ്റെ ബീജമന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭൂർ. യജൂറിൻ്റെയോ ഭുവ, സവയുടെയോ സ്വ. നമുക്ക് എത്ര ഡീപ്പായിട്ടും അനാലിറ്റിക്കലുമായിട്ടാണ് അവരുടെ റിസർച്ച് പോകുന്നത്. നമുക്കത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇരുന്ന് ആലോചിച്ച് എന്താ പറയുക, അവർ തപസ് ചെയ്യുന്ന പോലെ നമുക്ക് പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാം. തപസ്സില്ലെങ്കിലും കണ്ടംപ്ലേഷൻ നടത്താം നമുക്കല്ലേ. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം, ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഓരോരോ രഹസ്യങ്ങൾ എന്താണെന്ന്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ടാണ് പിന്നെ ഹോമം തുടങ്ങിയത്. ഋഗ്വേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നും സാമവേദത്തിൽ നിന്നും പൊങ്ങി വന്നിട്ടുള്ള മന്ത്രദൃക്ക്, മന്ത്രം കണ്ട ഋഗ്വേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നും സാമവേദത്തിൽ നിന്നും കണ്ടിട്ടുള്ള മന്ത്രങ്ങൾ, ഭൂർഭുവസ്വ എന്നുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഹോമം തുടങ്ങിയത്. ആ ഹോമം തുടങ്ങുമ്പോഴാണ്, ആ ഹോമമാണ്, ആ യജ്ഞമാണ് 3 ലോകത്തിനെയും തരണം ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. അത് ഭഗവാൻ തന്നെയാണ്. അഗ്നിയിലെ ഹോമം
അഗ്നിയിൽ നമ്മൾ ഹോമിക്കുന്ന വസ്തു എവിടെ എത്തുന്നു? ആര് വഴി? സൂര്യൻ വഴി. സൂര്യൻ അതിന് എന്ത് ചെയ്യണു? പ്രത്യുപകാരമായിട്ട് വർഷം തരുന്നു. വർഷം എന്തിനാണ് തരുന്നത്? വർഷത്തിൽ നിന്നാണ് അന്നം ഉണ്ടാകുന്നത്. അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത്. ജീവികളിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നത്. പിന്നെ സൈക്കിൾ കംപ്ലീറ്റ് ആയി. കണ്ടോ? പ്രോസസ് ഓഫ് ക്രിയേഷൻ. അന്യോന്യം സഹായിക്കല്ലേ? ഹോമം ചെയ്യുന്നപ്പോൾ ആഹുതി കൊടുത്തിട്ട് സൂര്യനെ സമാധാനിപ്പിച്ചു, സൂര്യനെ സന്തോഷിപ്പിച്ചു. സൂര്യൻ തിരിച്ച് നമുക്ക് വർഷം തന്നു. അതിനാണല്ലോ അത് വെച്ചിരിക്കുന്നത്. സൈക്കിൾ അതല്ലേ? ക്രിയേഷൻ്റെ സൈക്കിൾ അതല്ലേ? ആ ശ്ലോകം നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. പർജന്യ എന്നുള്ള വാക്ക് നാം വ്യാഖ്യാനിക്കുമ്പോൾ അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവ യജ്ഞാൽ ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുത്ഭവ. അന്നാത് ഭവന്തി ഭൂതാനി, അന്നങ്ങളിൽ നിന്ന് ജീവങ്ങൾ ഉണ്ടാകുന്നു. അന്നം എവിടെ നിന്നുണ്ടാകുന്നു? അന്നം മഴയിൽ നിന്നുണ്ടാകുന്നു, ധനത്തിൽ നിന്നുണ്ടാകുന്നു, മേഘങ്ങളിൽ നിന്നുണ്ടാകുന്നു. മേഘം എവിടെ നിന്നുണ്ടാകുന്നു? യജ്ഞം കൊണ്ടുണ്ടാകുന്നു മേഘം. യജ്ഞം ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, കർമ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ജനങ്ങളുടെ സൽക്കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉത്ഭവിക്കുന്നത്. അതാ പറഞ്ഞത് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവ യജ്ഞാൽ ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുത്ഭവം. അന്നാൽ ജീവികളുണ്ടാകും, അന്നമുണ്ടാം ഘനത്തിനാൽ യജ്ഞത്താൽ മേഘമുണ്ടാകും, യജ്ഞം കർമ്മ സമുത്ഭവം. അല്ലേ? പഠിച്ചുമ. അപ്പോൾ ഈ പ്രോസസ് ഓഫ് സൈക്കിൾ ക്രിയേഷനാണ് ഇവിടെ ഭൂർഭുവസ്വ തരു എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നാമം 968 താര. താര മീൻസ് പ്രണവം എന്നർത്ഥം. പ്രണവം. സംസാര ദുഃഖം തരണം ചെയ്യുന്നത് താര. യസ് തരതി ഇതി താര. അതായത് ഓങ്കാരം. അത് ആ സൗണ്ട് സിമ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? ഓഡിയോ വിഷ്വൽ. ഏക നൗക ഈ സംസാര സാഗരത്തിൽ നിന്ന് പുറത്ത് ചാടാൻ. കൈവർത്തക കേശവ, കൈവർത്തനായിട്ട് ഭഗവാനെ പിടിച്ചിരുത്തുക. ഈ ഓങ്കാരനായിരിക്കുന്ന നൗകയും പിടിക്കുക. പിന്നെന്തിനാ പേടിക്കണം? അതാണ് താര, പ്രണവം, തരണം ചെയ്യുന്നതെന്നർത്ഥം. അടുത്തത് 969 സവിത. പ്രസവിക്കുക എന്നാണ് സവിത എന്നുള്ള അർത്ഥം. ഇത് നമ്മൾ കണ്ടത് അതേ നാമം കണ്ടിട്ടുണ്ട് ഒരു 10-50-60 ശ്ലോകങ്ങൾക്ക് മുമ്പ്. സവിത. സൂര്യൻ്റെ നാമങ്ങൾ ഒരു 10 വന്നില്ലേ ഒരു നാമത്തിൽ സൂര്യൻ്റെ പര്യായങ്ങൾ. അതിൽ സവിത എന്നുണ്ട്. ആ സവിത എന്ന് വെച്ചാൽ എന്താ? പ്രസവിക്കുന്നവൻ എന്നാണ് അർത്ഥം. എൻ്റെ സൂര്യൻ എങ്ങനെയാണ് പ്രസവിക്കുന്നത്? ലോകത്തിനെ ദൃശ്യമാക്കി തരുന്നത് സൂര്യൻ ലോകത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റഫോറിക് യൂസേജാണത്. അല്ലാണ്ട് അതൊരു ഗൈനക്കോളജി വാർഡ് പോയിട്ട് പ്രസവിക്കുകയല്ല. സൂര്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം, ലോകത്തെ പ്രസവിക്കുന്നു എന്നർത്ഥം. ആ കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. ഓക്കെ. അടുത്ത നാം 970 പ്രതിതാമഹ. പ്രതിതാമഹ എന്ന് വെച്ചാൽ മുതുമുത്തച്ഛൻ എന്നർത്ഥം. ഭഗവാൻ എല്ലാവർക്കും മുതുമുത്തച്ഛനാണ്. കാരണം ദി പ്രൈമോർഡിയൽ മാൻ അല്ലേ? ജീവികൾക്ക് പിതാമഹൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. മുത്തശ്ശൻ ബ്രഹ്മാവാണ്. ഗ്രാൻഡ് ഫാദർ, ദി ഗ്രേറ്റ് ഗ്രാൻഡ് സയർ ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനായതുകൊണ്ട് ഭഗവാൻ പ്രതിതാമഹ. പിതാമഹനല്ല, പ്രപിതാമഹ. മുതുമുത്തശ്ശൻ. പിതാമഹ, പ്രപിതാമഹ.
അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനും സൃഷ്ടിച്ചതുകൊണ്ട്, ബ്രഹ്മാവിൻ്റെയും പിതാവായതുകൊണ്ട്, മുത്തച്ഛൻ്റെ പിതാവായതുകൊണ്ട് മുതുമുത്തച്ഛൻ പ്രപിതാമഹ. അർജുനൻ പറയുന്നില്ലേ 11-ാം അധ്യായത്തിൽ, ചരാചരത്തിനു പിതാവു നീതൻ ലോകർക്കു പൂജ്യൻ ഗുരുനീ ഗിരിയൻ. അപ്പോൾ അതാണ് 970. അടുത്ത നാമം 971 യജ്ഞ. ഈ യജ്ഞ എന്നുള്ള നാമം, ഇവിടുന്നൊരു 12 നാമങ്ങൾ എല്ലാം യജ്ഞത്തിനെ അനുബന്ധിച്ചിട്ടാണ്. ഒന്നും പുതുമയുള്ള നാമങ്ങളല്ല, എല്ലാം ഒറ്റയടിക്ക് 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ പറഞ്ഞു തീർക്കാം. ഒക്കെ റിലേറ്റഡ്. യജ്ഞം എന്നുള്ള റൂട്ട് വാക്കിൻ്റെ മുകളിൽ എന്താ പറയുക, ഭാഷയുടെ ഭാവപകർച്ചകളെന്ന് പറയില്ലേ, ഭാഷ. യജ്ഞ എന്നുള്ളൊരു ഭാഷ, ഒരു വാക്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കെലഡിസ്കോപ്പിക് ഭാവപകർച്ചകളാണ്, ഓരോ വേരിയേഷൻസ്. ശരിക്കും ആ മലയാള വാക്ക് ഫ്രേസ് എന്താ പറയുക നിങ്ങൾ വായിൽ വരുന്നില്ല. ഇതൊരു സാധനം പറയുന്നു. ഇംഗ്ലീഷിൽ ഞാൻ പറയാം, ഇംഗ്ലീഷിൽ അതിന് നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്. യജ്ഞ വിത്ത് ഇറ്റ്സ് ഓൾ ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോഗ്നേറ്റ് എക്സ്പ്രഷൻസ്. അതിന് മലയാളം നിശ്ചലുള്ളവരെന്നെ കൈ പൊക്കി പോകാൻ. യജ്ഞ വിത്ത് ഓൾ ഇറ്റ്സ് ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ്, യജ്ഞ, യജ്ഞി, യജ്ഞവതി, യജ്ഞ, യജ്വ, അങ്ങനെയുള്ള ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോഗ്നേറ്റ് എക്സ്പ്രഷൻസ്, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല എക്സ്പ്രഷൻസ്. ഈ 12 ശ്ലോകം അങ്ങനെയാണ്. ഏതായാലും നമുക്കൊരു ഓട്ടപ്രശ്നം നടത്താം. യജ്ഞ മുമ്പ് കണ്ട നാമാണ്. ഭഗവാൻ യജ്ഞസ്വരൂപനാണ്. യജ്ഞത്തിൻ്റെ എല്ലാ അംശവും ഭഗവാനാണ്, അല്ലേ? ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ, ബ്രാഹ്മണഹുതം, ബ്രഹ്മണ്യേനൈവ ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനോ. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചെല്ലണ നാമാണത്, മന്ത്രമാണത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ യജ്ഞ നാമം കഴിഞ്ഞു. അടുത്ത നാമം 972 യജ്ഞപതി. അതാ പറഞ്ഞു, യജ്ഞ, യജ്ഞപതി, ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ്, കോഗ്നേറ്റ് എക്സ്പ്രഷൻസ്, ഭാഷയുടെ ഭാവപകർച്ചകൾ. 12 നാമം തന്നെയാണ്. എല്ലാം നല്ല രസമാണ് അത്. യജ്ഞപതി, യജ്ഞത്തിൻ്റെ പതി, യജമാനൻ. അതാരാ? ഭഗവാൻ തന്നെയാണ്. യജ്ഞാചാര്യനാരാ? യജ്ഞസ്വരൂപനാരാ? ഭഗവാൻ തന്നെ. യജ്വ, യജ്ഞം ചെയ്യുന്നവൻ. വൺ ഹു പെർഫോംസ് ദ യജ്ഞ. യജ്ഞപതി തന്നെ, അതുകൊണ്ടാരാ? യജ്ഞത്തിനെല്ലാം ഞാനാണ് ഭോക്താവും പ്രഭുവായതും എന്ന് പറയില്ലേ ഭഗവാൻ 9-ാം അധ്യായത്തിൽ. യജ്ഞത്തിനെല്ലാം ഞാനാണ് ഭോക്താവും പ്രഭുവായതും. ആ യജ്ഞത്തിൻ്റെ ഭോക്താവും അതിൻ്റെ പ്രഭുവും ഒക്കെ ഞാനാണ്. ഐ ആം ദ ലോർഡ് ഓഫ് ദ യജ്ഞ, ഐ ആം ദ എൻജോയർ ഓഫ് ദ യജ്ഞ, ഐ ആം ദ ഡൂർ ഓഫ് ദ യജ്ഞ. എല്ലാം ഞാനാഹേ. പിന്നെ ഇത് മറ്റേത് മറിച്ചത് ഇങ്ങനെ വേറെ 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 വേറിട്ട് ഇങ്ങനെ പറയണമെന്ന് മാത്രം. ഇതെല്ലാം ആകെ മൊത്തം ഞാനാണ്. യജ്ഞത്തിനെല്ലാം ഞാനാണ് ഭോക്താവും പ്രഭുവായതും. അതാണ് യജ്വ. അടുത്ത 974 യജ്ഞാംഗ, യജ്ഞത്തിൻ്റെ എല്ലാ ഭാഗവും, ഓരോ അംഗവും. യജ്ഞത്തിന് ഓരോ കോമ്പണൻസ് ഉണ്ട്, ഇല്ലേ? യജ്ഞശാല, യജ്ഞയ്ക്കുള്ള ഹോമകുണ്ഡം, ഹോമകുണ്ഡത്തിൻ്റെ ആകൃതി, അതിൻ്റെ പ്രകൃതി, അതിനുള്ള മെറ്റീരിയൽസ്, ദ്രവ്യങ്ങൾ, ഹോമിക്കാനുള്ള ദ്രവ്യങ്ങൾ, അതിനുള്ള അഗ്നി, അതിനുള്ള പാത്രങ്ങൾ, അതിനുള്ള ചമത, എന്തെല്ലാം യജ്ഞത്തിന് കോമ്പണൻസ് ഉണ്ട് ഒരു യജ്ഞം പെർഫോം ചെയ്യണമെങ്കിൽ. യജ്ഞാംഗ, യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളും, യജ്ഞത്തിൻ്റെ ഓരോ അവയവങ്ങളും, യജ്ഞത്തിൻ്റെ ഓരോ കോമ്പണൻസും. അതാരാ? ഭഗവാൻ തന്നെ. എന്നിൽ നിന്ന് വേറിട്ടൊന്നും ഇല്ല അർജുന എന്ന് പറഞ്ഞിട്ടില്ലേ ഭഗവാൻ. പിന്നെ എന്തിനാ അതും ഇതും മറ്റതും മറച്ചു വെക്കാന്ന് പറയണത്? മനസ്സിലായോ? അപ്പോൾ യജ്ഞാംഗ തന്നെ. അടുത്ത നാമം 975 യജ്ഞവാഹന. യജ്ഞത്തിലൂടെ കൊടുക്കുന്ന ഹവിസ് ആരാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്? ആരുടെ ആജ്ഞ കൊണ്ടാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്? സൂര്യദേവൻ, അഗ്നി, എൻ്റെ ആജ്ഞ കൊണ്ട്. അപ്പോൾ യജ്ഞവാഹനനാരാ? ഐ ആം ദി കാരിയർ.
and my deputy is the carrier. My nominee is the carrier. My designated nominee is Agni. He is the carrier. അയാളോട് ഞാൻ പറയും, കൊണ്ട് സൂര്യന് കൊണ്ട് കൊടുക്ക്, ചന്ദ്രന് കൊടുക്ക്, ഇത് മഹാവിഷ്ണുവിന് കൊടുക്ക്, ഇത് കൊണ്ടുപോയിട്ട് ശിവന് കൊണ്ട് കൊടുക്ക്, ഇത് കൊണ്ടുപോയിട്ട് ഇന്ദ്രന് കൊണ്ട് കൊടുക്ക്. ഹീസ് എ കാരിയർ, ഒഫീഷ്യൽ കാരിയർ, കൊറിയർ മാൻ. യജ്ഞവാഹന അതാരാ? അത് ഞാൻ തന്നെ. എൻ്റെ അംശമെല്ലാം. അടുത്ത നാമം 976 യജ്ഞഭൃത്. യജ്ഞഭൃത് എന്ന് വെച്ചാൽ യജ്ഞത്തെ രക്ഷിക്കുന്നവൻ. ഐ ആം ദ മാൻ ഹു പ്രൊട്ടക്ട്സ് യജ്ഞ. നിഷ്കാമകർമ്മം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ നിഷ്കാമകർമ്മത്തിനെ രക്ഷിക്കാൻ ഞാൻ അമ്പും വില്ലെടുത്ത് അവിടെ വരും. നീ വാളെടുക്കും. നിഷ്കാമകർമ്മം, യജ്ഞ ഈസ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മത്തിൻ്റെ യജ്ഞ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും യജ്ഞ സ്പിരിറ്റിലായിരിക്കണം. ആക്ഷൻ വിത്തൗട്ട് ഈഗോ ആൻഡ് ഈഗോ സെൻട്രിക് ഡിസയേഴ്സ്. കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആൻഡ് സറണ്ടേർഡ് ടു ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ ലോർഡ്. ഈശ്വരാർപ്പിതം നിശ്ചയാകൃതം. അവിടെ ഐ വിൽ പ്രൊട്ടക്ട് ബിക്കോസ് യു ആർ ഡൂയിങ് മൈ ജോബ്. നിന്നെ വൃത്തിയാക്കൽ എൻ്റെ ജോലിയാണ്. നിൻ്റെ അന്ധക്കരണം വൃത്തിയാക്കൽ എൻ്റെ ജോലിയാണ്. അത് നിൻ്റെ കർമ്മം കൊണ്ട് നീ ചെയ്യണു. കാരണം ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം. എന്താ സംഭവിക്കുന്നപ്പോൾ? ചിത്തശോധകം. ഞാൻ ചെയ്യേണ്ട കർമ്മം നീ ചെയ്യാണ്. നീ ഇന്നല്ല നാളെയല്ല മറ്റന്നാളല്ല നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് അവണക്കണ്ണ തരും. എൻ്റെ വയറ് ശുദ്ധാക്കേണ്ട, എൻ്റെ അന്ധക്കരണം ശുദ്ധാക്കേണ്ട എൻ്റെ കടമയാണ്. അത് ഞാൻ കുറച്ച് സമയം തരുന്നു മാത്രം. ഇഫ് യു ഡോണ്ട് ഒബേ ഐ വിൽ ഫോഴ്സ് ഇറ്റ് ഓൺ യു. നീ എന്നെ സ്വന്തം അറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതെ ബോസ് എങ്ങനെയാണ് പറയണത്, ബോസിൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്ക് തോന്നട്ടോ, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്താൽ വെരി ഗുഡ് ഫോർ യു. ഐ വിൽ പ്രൊട്ടക്റ്റ് യു ഓൾ ത്രൂ ദ വേ. അതല്ല ബോസ് അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നെ കൊണ്ട് ഞാൻ അവണക്കണ്ണ കുടിപ്പിക്കും. അവത്തിപ്പൊടി അവണക്കണ്ണയും കൂടി ഒന്നിച്ച് കലക്കി തരും. ഒറ്റനിമ. അതോടുകൂടി എൻ്റെ ആഫീസും പൂട്ടും. അത് വേണോ? യു വാണ്ട് ടു അറ്റൈൻ ലിബറേഷൻ ത്രൂ സഫറിങ് ഓർ ലിബറേഷൻ ത്രൂ ഗ്രേസ്ഫുൾ വർക്ക്? ഏതാ ബെറ്റർ എനിക്ക്? കുണ്ടും കുന്നും മല്ലും കയറി ഇറങ്ങി ചാടി മറിഞ്ഞ് ചളിക്കുണ്ടിൽ വീണ യന്ത്രോഞ്ഞാലിൻ്റെ മുകളിൽ കറങ്ങിയിട്ട് ഗമ്യസ്ഥാനം എത്തുകയാണോ വേണ്ടത്? നേരെയായിട്ടുള്ള മാർഗത്തിൽ കൂടെ നടന്ന് അവിടെ എത്തുകയാണോ നല്ലത്? അതെൻ്റെ ഇഷ്ടം. നീ എന്ത് ചെയ്താലും തന്നെ ഞാൻ രക്ഷിക്കും. യജ്ഞം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് നിഷ്കാമകർമ്മ, യജ്ഞഭൃത്. നിഷ്കാമകർമ്മത്തെ സദാസമയത്തും ഭഗവാൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആരുടെ നിഷ്കാമകർമ്മമായാലും ശരി. മനസ്സിലായില്ലേ? അതാണ് യജ്ഞഭൃത്. 977 യജ്ഞകൃത്. അഗെയിൻ യജ്ഞം ചെയ്യുന്നവൻ, യജ്ഞകൃത്. യജ്ഞം ചെയ്യുന്നവൻ ഭഗവാൻ. ആര് യജ്ഞം ചെയ്താലും ചെയ്യുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. നമ്മൾ യജ്ഞം ചെയ്യുന്നത് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അല്ലേ? നാക്കുകൊണ്ടോ മന്ത്രം ചെല്ലും, കൈകൊണ്ട് പൂജിക്കും, അർച്ചിക്കും, ഇതൊക്കെയല്ലേ ചെയ്യണേ? ആരുടെ കയ്യാ? സർവതപ്പാണിപാദം തത് സർവദക്ഷി ശിരോമുഖം. എവിടെയും ഭഗവാന്റെ കൈയും കാലുമാണ്. എൻ്റെ കയ്യും അതെ, മറ്റയാളുടെ കയ്യും അതെ, മറിച്ചയാളുടെ കയ്യും അതെ, അവരുടെ കയ്യും അതെ, ഇവരുടെ കയ്യും അതെ, നാവും അതെ, മൂക്കും അതെ, എല്ലാവരുടെയാണ്. ഭഗവാന്റെയാണ് എല്ലാം. സർവതപ്പാണിപാദം തത് സർവദക്ഷി ശിരോമുഖം. അപ്പോൾ യജ്ഞം ചെയ്യുന്നവനാരാ? യജ്ഞകൃത് ആരാടോ? ഞാൻ തന്നെ. യജ്ഞി. യജ്ഞി മീൻസ് യജ്ഞമുള്ളവൻ. യജ്ഞം മീൻസ് ഒരു ജീവിതചര്യയുള്ളവൻ എന്നർത്ഥം. എ ഡിസിപ്ലിൻഡ് ഫെലോ ഇസ് എ യജ്ഞി. യജ്ഞശീലമുള്ളവൻ. മനസ്സിലായില്ലേ? കർമ്മശുദ്ധിയുള്ളവൻ. അല്ല, ജീവിതത്തിൽ ദിനചര്യയുണ്ട്. അയാൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമുക്ക് കണ്ടറിയാം. ഒരു കടലാസ് മടക്കണ കണ്ടറിയാം, ഒരു വേസ്റ്റ് പേപ്പർ ചീന്തി കളയണ കണ്ടറിയാം. ഈസ് ഗോട്ട് എ യജ്ഞി. അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും അയാൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. അയാളുടെ നടത്തത്തിലായാലും ശരി, ഇരുത്തത്തിലായാലും ശരി, സംസാരത്തിലായാലും ശരി, പ്രവൃത്തിയിലായാലും ശരി, യു ക്യാൻ ഗെറ്റ് എ ടച്ച് ഓഫ് ഹിസ് ഡിസിപ്ലിൻ. അതിൻ്റെ ഒരു കാറ്റിങ്ങനെ വീശും അദ്ദേഹം നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം.
ആണ് യജ്ഞി, യജ്ഞമുള്ളവൻ അർത്ഥം. 978. യജ്ഞ ബുക്ക് അത് തന്നെ. ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ്, കോഗ്നേറ്റ് എക്സ്പ്രഷൻസ്, ഭാഷ എന്താ പറയുക, ഭാവപ്പകർച്ച, ഭാഷയുടെ ഭാവപ്പകർച്ച. യജ്ഞ ബുക്ക്, യജ്ഞം അനുഭവിക്കുന്നവൻ. ആരനുഭവിക്കുന്ന? ഭഗവാൻ തന്നെ. ഭഗവാൻ തന്നെയല്ലേ അൾട്ടിമേറ്റ്ലി ഓൾ ദീസ് യജ്ഞാസ് ആർ മെന്റ് ടു ഹിം. സർവലോക നമസ്കാരം, സർവനാമ നമസ്കാരം ആരാ പ്രതിഗച്ഛതി? കേശവം പ്രതിഗച്ഛതി. ഇരിക്കുന്ന റിപ്പോർട്ട് റിപ്ലൈ വരിക. 980 യജ്ഞസാധന, യജ്ഞം കൊണ്ട് സാധിക്കുന്ന ഗമ്യസ്ഥാനം എന്നർത്ഥം. യജ്ഞം എന്തിനാ ചെയ്യണം? പൊന്നീനാൽ യജ്ഞവും യജ്ഞത്താൽ പുണ്യവും. യജ്ഞം ചെയ്യുന്നത് പുണ്യം കിട്ടാൻ. എന്തിനാ? സ്വർഗത്ത് പോകാൻ. പിന്നെന്തിനാ? അങ്ങനെ കുറച്ച് പോയി വന്ന് ആ റൂട്ടൊക്കെ ഒന്ന് പരിചയമായി, പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ബ്രഹ്മസ്ഥാനത്തേക്ക് പോവാം. അതിനുള്ള യജ്ഞം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കർമ്മം കാരണം എൻ്റെ മനസ്സിനെ ശുദ്ധി വരുത്തുകയും ചെയ്യും. അപ്പോൾ ഐ വിൽ ഹാവ് നോ മോർ പുണ്യം, നോ മോർ പാപം, നോ മോർ സ്വർഗം റൂട്ട്, സ്ട്രെയിറ്റ് ബ്രഹ്മൻ റൂട്ട്. അപ്പോൾ യജ്ഞം കൊണ്ട് നമ്മൾ എന്താണോ സാധിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്, അൾട്ടിമേറ്റ്ലി അതാണ് യജ്ഞസാധനം. യജ്ഞത്താൽ പ്രാപിക്കാൻ സാധിക്കുന്നവൻ. അതാരാ? അതെങ്ങടാ അവസാനം ഈ പ്രാപ്യം? എന്നിലേക്ക് തന്നെ വരുന്നീ. ഞാനാണ് പ്രാപ്യസ്ഥാനം, ഞാനാണ് ഗമ്യസ്ഥാനം. ഇവിടെ വന്നു കഴിഞ്ഞാൽ യദ് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എൻ്റെ പരമമായിട്ടുള്ള ധാമം അതാണ്. യദ് ഗത്വ, എവിടെ പോയാലാണോ ന നിവർത്തന്തേ, തിരിച്ചു വരില്ല. അതാണ് ഗമ്യസ്ഥാനം. അതാണ് യജ്ഞസാധന. അടുത്ത 981 യജ്ഞകൃത്. യജ്ഞകൃത്ത് വെച്ചാൽ യജ്ഞത്തിൻ്റെ ഫലം തരുന്നവൻ. പറയണ്ടോ? കർത്തൃജ്ഞത പ്രാപ്യതേ ഫലം. അതാരാ തരുന്നത്? യജ്ഞത്തിൻ്റെ ഫലം ഭഗവാൻ തന്നെ. മഴ രൂപത്തിലായാലും ശരി, കാറ്റ് രൂപത്തിലായാലും ശരി, വായു രൂപത്തിലായാലും ശരി, ഐശ്വര്യ രൂപത്തിലായാലും ശരി, സമൃദ്ധി രൂപത്തിലായാലും ശരി, പുത്രരൂപത്തിലായാലും ശരി, ഏത് രൂപത്തിലായാലും ശരി, യജ്ഞത്തിൻ്റെ റിവാർഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അവാർഡ്സ് ബൈ ആ VIP ആരാ? ഏത് ഫംഗ്ഷനിലും ഭഗവാൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അവാർഡ്സ്. ഐശ്വര്യമാണെങ്കിൽ മിസ്സസ് ഭഗവാനാവും. ചില ഫംഗ്ഷൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചീഫ് ഗസ്റ്റിൻ്റെ ഭാര്യയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മിസ്സസ് സോൺസോ സോൺസോ ഹാസ് കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൈസസ് എന്ന് എഴുതും അടിയിൽ. അതുപോലെ ഐശ്വര്യമാണ്, സമ്പത്താണ്, ധനമാണ് കർമ്മഫലം എന്നുണ്ടെങ്കിൽ അത് മിസ്സസ് ലക്ഷ്മി വിഷ്ണു ഓ ലക്ഷ്മി നാരായണൻ ഹാസ് കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഗിവ് അവേ ദി കർമ്മഫലാസ്. അങ്ങനെയാവാം. മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും അധ്യക്ഷൻ ആരാ? ചീഫ് ഗസ്റ്റിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മൻ തന്നെ. അടുത്ത നാമം 982 യജ്ഞഗുഹ്യം. രഹസ്യമാണ്. യജ്ഞത്തിലെ രഹസ്യം എന്താ? കർമ്മയോഗത്തിൻ്റെ രഹസ്യം എന്താ? കർമ്മയോഗം ചെയ്യുന്നവർക്ക് അറിയാൻ രഹസ്യം എന്താണ്? ആത്മാർത്ഥത, സെൽഫ്ലെസ്നെസ്, ഞാൻ എന്നുള്ളൊരു ഭാവമില്ലായ ഒരു കോപ്പറേറ്റീവ് എൻഡിവർ. അതാണ് അതിൻ്റെ രഹസ്യം, അതാണ് അതിൻ്റെ പൊക്കിള്. ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ യജ്ഞസ്. അത് യജ്ഞഗുഹ്യം, ആ രഹസ്യമാണ്. അതിൻ്റെ സീക്രട്ട് ആരാ? അത് ഞാൻ തന്നെയാണ്. ഇത് ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറയില്ലേ 15-ാം അധ്യായത്തിൽ? ഗുഹ്യമായിട്ടുള്ള ശാസ്ത്രമാണ് യജ്ഞം എന്ന് പറയുന്നത്. അതൊരു ഗോപ്യമായിട്ടുള്ള സാധനമാണ്. എല്ലാവരോടും പറഞ്ഞു നടന്ന് ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് എന്താ ചെണ്ട കൂട്ടിയിട്ട് കേൾപ്പിക്കാനുള്ള വസ്തു അല്ല യജ്ഞം. ഇറ്റ് ഈസ് ടു ബി ഡൺ പ്രൈവറ്റ്ലി ഇൻ യുവർ ഓൺ മൈൻഡ്. കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ആ യജ്ഞഭാവം ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. കർമ്മം ലോകത്തിലായിരിക്കാൻ ചെയ്യുന്നത്, പക്ഷേ കർമ്മത്തിൻ്റെ ഭാവം നിങ്ങളുടെ മനസ്സിൽ യജ്ഞമായിരിക്കണം. ഹോമകുണ്ടമൊക്കെ മനസ്സിലായിരിക്കണം. മനസ്സിലെ ഹോമകുണ്ടത്തിലായിരിക്കണം നിങ്ങളുടെ കർമ്മമായിരിക്കുന്ന കർമ്മങ്ങളെ ആഹുതി ചെയ്യുന്നത്. നിങ്ങളുടെ ആക്ഷൻസിനെ, നമ്മളുടെ പ്രവൃത്തികളെ ഒക്കെ ഹോമിക്കപ്പെടുന്നത് എവിടെയാണ്? മനസ്സിലൊരു ഹോമകുണ്ടം ആദ്യമേ കിട്ടണ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ
ഡെയിലി യജ്ഞ. അതാണ് രഹസ്യം. അതാണ് യജ്ഞ ഗുഹ്യം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ആ കർമ്മത്തിലുള്ള അകർമ്മം നമുക്ക് തിരിച്ചറിയാനുണ്ട്. അറിയണം നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ ഒരു അനങ്ങാത്തൊരു പ്രതിഭാസമുണ്ട്. ഫാൻ വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ആ തിരിച്ചിലൊരു സ്റ്റാറ്റസായിട്ട് നമുക്ക് തോന്നാം. ഫാനിൻ്റെ ബ്ലേഡ് കറങ്ങണത് നമ്മൾ കാണില്ല. നമ്മുടെ ഭൂലോകം തന്നെ നോക്കിക്കോളൂ, എത്ര സ്പീഡിലാണ് അത് കറങ്ങണം. ആ കറക്കം നമുക്ക് കാണാനുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഭഗവാൻ പറയാം, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ നീ അകർമ്മം കാണ്. അകർമ്മം മീൻസ് സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടില്ലാത്ത കർമ്മങ്ങൾ അതിൽ കണ്ടുപിടിക്കും. നിഷ്കാമകർമ്മം കാമ്യകർമ്മത്തിൽ കാണാൻ കഴിയട്ടെ. നീ കാമ്യകർമ്മമായിരിക്കാം ചെയ്യുന്നത്. നിൻ്റെ ഭാര്യ നിൻ്റെ കുട്ടികളിൽ നിന്ന് പുലർത്താനായിരിക്കാം നീ കർമ്മം ചെയ്യണത്. നിൻ്റെ കർമ്മം നീ ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുന്നത് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്, എൻ്റെ അല്ലേ ഇതം ന മമ എന്നുള്ള ഭാവം. ആ ഭാവം കർമ്മത്തിൽ പ്രകടമായി എന്ന് വരില്ല, പക്ഷെ ആ ഭാവം ഉണ്ട് എന്ന് ആ കർമ്മത്തിലൂടെ നമുക്ക് കാണാൻ പറ്റണം. അതേ സമയത്ത് അകർമ്മയായിട്ടുള്ള ഭഗവാൻ കണ്ണടച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും കണ്ണടച്ചിരിക്കുകയാണ്, എനിക്ക് കർമ്മം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കർമ്മം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്ന്, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അതല്ല, അങ്ങനെയുള്ള അകർമ്മമായ പുരുഷനിൽ നീ കർമ്മം കണ്ടു കാണണം. കർമ്മണ്യ 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 കർമ്മയ പശ്യേത്, അതാണ് ശ്ലോകം 4-ാം അധ്യായത്തിൽ. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മണി അകർമ്മണി ച കർമ്മയ. കർമ്മണ്യ കർമ്മയ പശ്യേത്, കർമ്മത്തിൽ അകർമ്മം കാണുക, അകർമ്മത്തിൽ കർമ്മവും കാണുക. സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. അകർമ്മത്തിൽ കർമ്മവും കർമ്മത്തിൽ അകർമ്മവും അത് കാണുന്നവനാണ് ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ. അവനാണ് യോഗി എന്ന് പറയുന്നത്. അകർമ്മത്തിൽ കർമ്മം എന്ന് വെച്ചാൽ അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ടാവില്ലേ, അനങ്ങുന്നുണ്ടാവില്ല, ഇന്ദ്രിയങ്ങളൊന്നും അനങ്ങുന്നുണ്ടാവില്ല. അസാമാന്യമായി എന്തോ ആലോചിച്ചിരിക്കും, ഒരനക്കുമില്ല. നമ്മൾ കർമ്മം ചെയ്തിട്ടാണ്ടിരിക്കണം, കർമ്മം ചെയ്യാണ്ടാണ്ടിരിക്കണം. പുറമേ നിന്ന് നോക്കിയാൽ അവൻ എന്താ തോന്നുക? ഇവരെന്തോ ഒന്നും ചെയ്യാണ്ട് വിട്ടിരിക്കണം. ഒരു ഡിസൈനർ, ക്ലോത്ത് ഡിസൈൻ, ഫാഷൻ ഡിസൈനറൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്താ ജോലി അറിയോ? സൺറൈസിനും സൺസെറ്റിനും വലിയൊരു തടാകം ഉണ്ടാവും. ആ തടാകത്തിൻ്റെ തടത്തിൽ ചെന്നിരിക്കുക, അറ്റത്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ കാണുന്നവനോ ഒരു ബെൻസ് കാർ അവിടെ നിർത്തിയിട്ട് ഒരു പ്രാന്തനാന്ന് വന്ന് ഇറങ്ങിയിട്ട് ഈ കുളത്തിൻ്റെ വക്കത്ത് ഇങ്ങനെ ഇരിക്കും ഒരു അരമണിക്കൂർ, ഇങ്ങനെ നോക്കിയിരിക്കും. കുറേ കഴിഞ്ഞ് അവൻ ഇരിക്കും, ബെൻസ് കാറിൽ കയറി അവൻ പോവുകയും ചെയ്യും. അന്വേഷിച്ച് നോക്കിയപ്പോൾ അവന് ലക്ഷക്കണക്കിനാണ് ശമ്പളം. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇവനെന്താ പ്രാന്തമുണ്ടോ ഈ ശമ്പളം കൊടുക്കാൻ, ഇവരെന്ത് പണിയാണ് ചെയ്യണത്? കാലത്ത് വരും, ഒരു അരമണിക്കൂർ ആ സൂര്യോദയത്തിൻ്റെ ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ആ കുളത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ഈ പുഴയിൽ ഇങ്ങനെ നോക്കിയിരിക്കും. വൈകുന്നേരം അതെ 40-45 മിനിറ്റ് സൂര്യാസ്തമയ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കണതാണ്. അവൻ കാറിൽ വരും, കാറിൽ പോകും. അവന് 4 ലക്ഷം അത്ര ശമ്പളം ഒരു മാസം. എന്താവും ചെയ്യണം? ഈസ് എ ചീഫ് ഡിസൈനർ. ആ സൂര്യകിരണങ്ങൾ ഉദയാസ്തമന സമയത്തും സൂര്യൻ്റെ ഉദയ സമയത്തും
ആ വർണ്ണശബളങ്ങൾ വെള്ളത്തിൽ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതിൽ നിന്ന് അവൻ ഡിസൈൻ എടുത്ത് മനസ്സിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കർമ്മത്തിൽ അകർമ്മത്തിൽ കർമ്മം കാണാൻ പറയുന്നത്. അവൻ കൈകൊണ്ട് അകർമ്മിയാണ്, ഒരു കർമ്മവും അവൻ ചെയ്യുന്നില്ല. പക്ഷെ അവൻ ചെയ്യുന്നത് നല്ലൊരു വർക്കാണ്. അപ്പോൾ അകർമ്മത്തിൽ കർമ്മം കാണണം. അവൻ അസാധ്യ കർമ്മം അവൻ ചെയ്യുന്നത്, ലോകകാര്യത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മമാണ് അവൻ ചെയ്യുന്നത്. എത്ര ആൾക്കാർക്ക് ഡിസൈൻ, എത്ര ആൾക്കാർക്ക് എന്താ പറയുക, ജോലിക്ക് ഹെൽപ്പ് ചെയ്യണോ അതിൻ്റെ ഒരു ഡിസൈൻ കാരണം. ആ വിപണി തന്നെ ആകെ മാറ്റി മറിക്കണം അല്ലേ ഡിസൈൻ മേക്കേഴ്സ്. കാണണവനോ വെറുതെ ഇരിക്കുക, കുളത്തിലേക്ക് ഇങ്ങനെ കല്ല് എടുത്ത് ഇങ്ങനെ എറിയിടയ്ക്ക് ഇടയ്ക്ക് ഉരുളൻ കല്ല് എടുത്തിട്ട് ഇങ്ങനെ എറിയണ കാണാം. അതൊന്നും തന്നെ റിപ്പിൾസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. സുഖമായിട്ടുള്ള യാത്രാ സൗകര്യം, കാറ്, വീട്, നല്ല ശമ്പളം, ഒരു പണിയില്ല. അവൻ ചെയ്യുന്നത് അകർമ്മമാണ്. പക്ഷേ അവൻ്റെ കർമ്മം നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് വേദനെ പോലെ എപ്പം നോക്കിയാൽ ഇറച്ചി കെട്ടുന്ന ഒരാളാണ് ദുഷ്കർമ്മ ചെയ്യുന്നത് മുഴുവൻ. ആ കർമ്മത്തിൽ അവൻ്റെ അകർമ്മം മനസ്സിലാക്കണം, അവൻ്റെ ഭക്തി മനസ്സിലാക്കണം. എന്ത് ഭക്തി മനസ്സിൽ വെച്ചിട്ടാണ് അവൻ ആ കർമ്മം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതാണ് കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണണം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയില്ലേ, അതാണ് യജ്ഞഗുഹ്യം. ദാറ്റ് ഈസ് എ രഹസ്യം ഓഫ് യജ്ഞ. അത് മനസ്സിലാക്കിയാൽ എന്നെ മനസ്സിലാക്കലാണ് അതിൻ്റെ അർത്ഥം. You understand karma, distinguish between karma and agarma, see the karma in agarma, see the karma agarma in karma. It is to know me, it is to realize me. അപ്പോൾ അതാണ് 982 യജ്ഞ വാക്കുകൾ ഇവിടെ അവസാനിച്ചു. 12 നാമങ്ങളുണ്ട്. അതേ പറഞ്ഞ പോലെ ഒരു ഭാഷയുടെ ഒരു ഭാവപകർച്ചയാണത്. എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അധികം സമയം വേണ്ട. 12 നാമങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റി. അടുത്ത നാമം അന്നം. അന്നം മീൻസ് ഭക്ഷിക്കപ്പെടുന്നതെന്നർത്ഥം. ഭക്ഷിക്കപ്പെടുന്ന എല്ലാ ഭക്ഷണ വസ്തുക്കൾ നമ്മൾ ഫിസിക്കലായിട്ട് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പഞ്ച ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ ഭക്ഷണവും അതാരാ? എല്ലാം ഭഗവാന്റെ ശക്തി തന്നെ. ഈ അഞ്ചിന്ദ്രിയങ്ങളിലൊന്നും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പ്രാണനില്ല എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രാണനില്ല, മുഖ്യപ്രാണനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കും? മനസ്സെങ്ങനെ പ്രവർത്തിക്കും? ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കും? അതിലൊന്നും ഈ ചലനമില്ല എന്നുണ്ടെങ്കിൽ, ബുദ്ധി എന്നും മനസ്സെന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ ഗ്രേ മാറ്റർ. ഐൻസ്റ്റൻ്റെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത്രേ ഗ്രെയിൻ മാറ്റർ. എന്താ കാര്യം? ആ ഗ്രെയിൻ മാറ്റർ ആ ഐൻസ്റ്റൈൻ്റെ സ്കളിനോടൊന്ന് ചോദിച്ചു നോക്കൂ പോയിട്ട്. E=mc². അറിയോ? ചോദിച്ചു നോക്കൂ, ഉത്തരം കിട്ടുമെന്ന്. ഡെഡ് മാറ്റർ, കാൽഷ്യം, കാർബൺ, ഫോസ്ഫറസ്, അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്താണ്? ഗ്രേ മാറ്റർ. നേരെ മറിച്ച് അത് ലൈഫ് മുഖ്യപ്രാണൻ വന്ന് അതിൽ പൾസേറ്റ് ചെയ്ത സമയത്തോ ആരായിരുന്നു അദ്ദേഹം? ഹി വാസ് എ കിങ്. അപ്പോൾ അതാണ് അന്ന. ഭക്ഷിക്കപ്പെടുന്ന എല്ലാം ഭഗവാനാണ്. അന്നാദ, അന്നത്തെ ദാനം ചെയ്യുന്നവൻ. അന്നമാണ്, അതിനെ ദാനം ചെയ്യുകയാണ് ഭഗവാൻ. ഭഗവാൻ ഹോമിക്കപ്പെടുകയാണ് നമ്മളോട്. നമ്മുടെ മുമ്പിൽ ഇലയിൽ വന്ന് ചാടിയിട്ട് കഴിച്ചോ കഴിച്ചോ. കഴിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ, ദഹനം നടത്തുന്നതും ഭഗവാൻ തന്നെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഭഗവാൻ തന്നെ. 984. ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. ഈ യജ്ഞം നമുക്ക് കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ നമ്മളെ സഹായിച്ചു. അപ്പോൾ മിക്കവാറും എൻ്റെ ഒരു നോട്ടത്തിൽ, ഞാൻ ധൈര്യം പറയാനില്ല, എൻ്റെ നോട്ടത്തിൽ നാളത്തോടു കൂടി നമുക്ക് വിഷ്ണു സഹസ്രനാമം സമാപനമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ സങ്കടത്തോടു കൂടി പറയുന്നു. കാരണം ഒരു വൈകാരിക ആംഗിളുള്ള ഒരു ഗ്രന്ഥമാണത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനോടുള്ളൊരു സത്സംഗം നാളെ തൽക്കാലം അങ്ങോട്ട് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മനസ്സിന് വിഷമം ഇല്ല. ഏതായാലും അതാണല്ലോ ജീവിതം.
മാറ്റം എല്ലാറ്റിനും വേണമല്ലോ. അപ്പോൾ നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. തിരിച്ചാണെന്ന് അറിയാം. എന്നാലും അകർമ്മത്തിൽ കർമ്മവും കർമ്മത്തിൽ അകർമ്മവും കാണാൻ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വിഷമമുണ്ട്. പക്ഷെ അതേ സമയത്ത് നമുക്കത് ഒരു പടി കയറി മേപ്പോട്ട് പോകണമല്ലോ നമുക്ക്. അപ്പോൾ നാളത്തെയും കൂടി ഉണ്ടാവുള്ളൂ. എനിക്ക് 2 ദിവസത്തെ അവധി വേണം, ഞായറും തിങ്കളും. അടുത്ത ദിവസം ചൊവ്വാഴ്ചയായിട്ട് തുടങ്ങണ്ടെന്ന് ആൾക്കാർ പറയും. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ ആൾക്കാർക്കൊരു കല്ലുകടി വേണ്ട. അതുകൊണ്ട് നമുക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് തുടങ്ങാം. അത് നമുക്ക് പറയും ചെയ്യാം. ഏത് ഗ്രന്ഥമാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ പൂർണ്ണമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല. മിക്കവാറും നാളെ അത് തീരുമാനം എടുക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത വ്യാഴാഴ്ച നല്ല ദിവസമാണെങ്കിൽ, വ്യാഴാഴ്ച നല്ല ദിവസമാണല്ലോ, ഭഗവാന്റെ ദിവസമല്ലേ, അതിലൊക്കെ വിശ്വാസമുള്ളവർക്ക്. ഇല്ലെങ്കിൽ പിന്നെ വേണ്ട, സാരില്ല. അത്രയ്ക്കൊന്നും അതിനൊന്നും വിശ്വസിക്കാണ്ട് ജീവിക്കാനുള്ള ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ തീർച്ചയായിട്ടും എത്തിയിട്ടില്ല. അതൊക്കെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് തൊട്ട് കൂട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് 2 ദിവസത്തെ, നാളെ ശനി, നാളത്തോടു കൂടി ഇത് കഴിയുമെന്ന് വിചാരിക്കാം. എനിക്കറിയില്ല ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ഓടിക്കണമെന്ന്. ഏതായാലും ഞായറാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. തിങ്കളും കുറച്ച് തിരക്കാണ്. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏത് ഗ്രന്ഥമാണെന്ന്, ഏത് പുസ്തകമാണെന്നൊക്കെ ഞാൻ നാളെ വിവരം പറയാം. ഏതായാലും വലിയ ഗ്രന്ഥത്തിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ പിടിച്ച് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം ഈ കോവിഡ് സമയത്ത് നമുക്ക് പറയാൻ പറ്റിയെന്ന് വെച്ചിട്ട് എപ്പോഴും സൗകര്യം ഉണ്ടാവില്ല, പറയാൻ കേൾക്കാനും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവില്ല. സമയമുള്ളപ്പോൾ കേട്ടാൽ മതി എന്നിപ്പോൾ പറയാം. പക്ഷേ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംസാര ആക്ടിവിറ്റീസ്, ബ്രെഡ് ആൻഡ് ബട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയില്ലേ, സ്വൈപ്പ്, ആ ആക്ടിവിറ്റീസിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കേൾക്കാനും പറയാനൊക്കെ സമയം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നോക്കാം. അധികം സ്ട്രെയിൻ നിങ്ങൾക്കും എനിക്കും വരാത്ത രീതിയിലുള്ള ഗ്രന്ഥങ്ങളും, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ ചിട്ടപ്പെടുത്തി അതനുസരിച്ച് ചെയ്യേ എന്നൊക്കെ എന്തെങ്കിലും ചെയ്യുക. ഏതായാലും സത്സംഗം കൊണ്ട് നടത്തണമെന്നുണ്ട്, ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ. അത് നിങ്ങൾക്കും അതിനോട് യോജിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. വിയോജിപ്പ് ആർക്കും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കണു. അല്ല മതിയടോ ഈ സത്സംഗം, ഇത് നമുക്ക് ഇവിടെ പുസ്തകം മടക്കി വയ്ക്കുക എന്ന് തുറന്നു പറയാൻ ഉദ്ദേശമുള്ളവർക്ക് അതും പറയാം, കുഴപ്പമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയണോണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം ഏതഭിപ്രായം ഭഗവാന്റെ അഭിപ്രായമാണ്. ആരുടെ മനസ്സിൽ കൂടെ കടന്നു വരുന്ന അഭിപ്രായവും അത് ഭഗവാന്റെ അഭിപ്രായമാണ്. അത് നമ്മൾ മാനിച്ചേ പറ്റൂ. ഏതായാലും നമുക്കത് നോക്കാം. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളും ഒന്ന് ചിന്തിക്കൂ, ഞാനും ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് പറയാം. നാളെ ഏതായാലും ക്ലാസ് ഉണ്ടാവും. നാളത്തെ ക്ലാസ്സോടുകൂടി വിഷ്ണു സഹസ്രനാമം കഴിക്കാം എന്നാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് കഴിയില്ല എന്ന് എനിക്കറിയില്ല. അധികം നാമങ്ങളില്ലെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ 2 നാമമൊക്കെ ചില ദിവസം ചൊല്ലി കഴിഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് ഇപ്പോൾ ഇന്ന് 18 നാമമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതും ഓടിക്കുന്നതും ഭഗവാൻ, മെല്ലെ ഓടിക്കുന്നതും ഭഗവാൻ, നടത്തിക്കുന്നതും ഭഗവാൻ, നിൽക്കാൻ പറയുന്നതും ഭഗവാൻ, എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞു എന്ന്, മനസ്സിലായില്ല. അതുവരെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ നമുക്ക് കാണാം ഏതായാലും ക്ലാസ്സിന്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ.